നിങ്ങൾ ഹാപ്പിയാണോ? നിങ്ങൾക്ക് സന്തോഷം തോന്നുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാറുണ്ടോ? ഇല്ല എന്നാണെങ്കിൽ വാ, എൻ്റെ കൂടെ വാ. വേനലവധി കളറാക്കാൻ പാണൻകുഴി തയ്യാർ. വേനലവധി കുളിരുള്ളതാക്കാൻ കോടനാട് മേഖലയിൽ ഒരിടം കൂടി. കോടനാട് അഭയാരണ്യത്തിന് 4 കിലോമീറ്റർ മാറി വനം വകുപ്പ് സൗകര്യമൊരുക്കിയ പാണൻകുഴി ഇക്കോ ടൂറിസം പദ്ധതി സഞ്ചാരികളെ കാത്തിരിക്കുന്നു. കോടനാടിന് പാണിയേലിപ്പോരിലേക്കുള്ള വഴിയിൽ പാണൻകുഴി ജംഗ്ഷനിൽ നിന്ന് 1/2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന പെരിയാർ തീരം. ആനകളും കാടിന്റെയും കാട്ടരുവികളുടെയും പെരിയാറിന്റെ സാന്നിധ്യവും വിനോദസഞ്ചാരികളുടെ മനം നിറയ്ക്കും. പുതിയ കാഴ്ചകൾ കാണാൻ എൻ്റെ കൂടെ തന്നെ പോയി. കപ്രിക്കാട് മിനി സൂ. എന്തായാലും അത് കണ്ടിട്ട് വരാം അല്ലേ? മാനിനെ കാണാം, ആദ്യമായിട്ട് മാനിനെ കാണാം. വാ. ക്യാമ്പ് കണ്ടിട്ട് വരാം. ആനേനെ കുടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വനത്തിൽ സജ്ജമാക്കിയിട്ടുള്ള ഏർമാടത്തിലേക്ക് പോകും. ഒരു പ്രത്യേക വൈബാണ് വനത്തിൻ്റെ ഉള്ളിൽ സജ്ജമാക്കിയിട്ടുള്ള ഈ ഏർമാടത്തിൽ നിൽക്കുമ്പോൾ. അണപ്പ് കൂടിയുണ്ട്. അത് ഒരു 10-20ഓളം സ്റ്റെപ്പ് ഉണ്ട്. അത് കയറി നമുക്ക് ഈ വനത്തിൻ്റെ ഉള്ളിലെ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. ഏകദേശം മരത്തിൻ്റെ ഏകദേശം അത്രയും തന്നെ ഉയരമുണ്ട്. ഒരു 20 അടി ഉയരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ സൂക്ഷിച്ചു വേണം ഇറങ്ങാനായിട്ട്, അല്ലെങ്കിൽ കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ 20ഓളം അടി ഇപ്പോൾ ഉയരമുണ്ട്. ഈ ഭാഗത്ത് മൊത്തം ഇല്ലിയാണ്, ഈ കുട്ടികളുടെ പാർക്കിൻ്റെ ചേർന്നത്. അതിന് തൊട്ട് താഴെ പുഴയാണ്. ഇവിടെ കുട്ടികൾക്ക് ആടാനുള്ള ഊഞ്ഞാല്, നമ്മുടെ പഴയ കാലത്തെ മരുത്തുമ്മ കെട്ടിയിട്ടുള്ള കയറ് വെച്ചിട്ടുള്ള ഊഞ്ഞാലുകളാണ്. രക്തചന്ദനത്തോട്ടം എന്നിവയൊക്കെയാണ് ഇവിടെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള സ്ഥലം. വനത്തിൻ്റെ ഉള്ളിലാണെന്ന് പോലും നമുക്ക് തോന്നില്ല. നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഭയങ്കര ഒരു വൈബാണിത്. ഏറുമാടവും വനത്തിലൂടെയുള്ള നടത്തവും 100-ലധികം വയസ്സുള്ള പ്രായമുള്ള 100 കണക്കിന് കൂറ്റൻ മഹാഗണി മരങ്ങൾ, മാനും മ്ലാവുമൊക്കെയാണ് പെരിയാർ തീരത്തുള്ള അഭയാരണ്യത്തിലെ കാഴ്ചകൾ. ഇപ്പോൾ വനം വകുപ്പ് സന്ദർശകർക്കായി ഇരിപ്പിടങ്ങൾ, നടപ്പാത, ഊഞ്ഞാലുകൾ, ഏർമാടങ്ങൾ, ശൗചാലയം എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വനം വകുപ്പ് നിയോഗിച്ച ഗാർഡുകളുടെ സേവനവുമുണ്ട്. സുരക്ഷയ്ക്ക് ഗാർഡന്മാരുടെ നിർദ്ദേശം അനുസരിക്കുക. വന്യജീവി സംരക്ഷണത്തിനായി 250 ഏക്കറോളം വിസ്തൃതിയിൽ വനം വകുപ്പ് ഒരുക്കിയ സ്വാഭാവിക സങ്കേതത്തിന്റെ വടക്ക് കിഴക്കേ ഭാഗമാണ് പാണൻകുഴി ഇക്കോ ടൂറിസം കേന്ദ്രം.
അപ്പോൾ എല്ലാവരും ഹാപ്പിയല്ലേ? ഇനി ഇതുപോലുള്ള കാഴ്ചകൾ ന്യൂസ് 95 കേരളത്തിൽ കൂടി ഇനിയും കാണാം.